ജാർഖണ്ഡിന്റെ ഉൾനാടുകളിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. ചില ക്ഷേത്രങ്ങളും സന്താൾ ഗ്രാമങ്ങളുമൊക്കെ കണ്ടുകഴിഞ്ഞു. ഡ്രൈവർ പ്രമോദ്, പിന്നിൽ ഡോക്ടർ അജിത്തും നന്ദകിഷോറും. ചിത്താർപൂർ എന്ന പട്ടണത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. രാംഗഡ് ഡിസ്ട്രിക്റ്റിലെ ഒരു ബ്ലോക്കാണ് ചിത്താർപൂർ. ഈ ബ്ലോക്കിലെ വിവിധ സ്ഥലങ്ങളിലൂടെയാണ് ഇത്ര നേരം സഞ്ചരിച്ചത്. രാവിലെ ഞങ്ങൾ സന്ദർശിച്ച രാജ്റപ്പയിലെ ചിന്നമസ്ത മന്ദിറും ദാമോദർ നദിക്കരയിലെ ഗ്രാമങ്ങളുമെല്ലാം ചിത്താർപൂർ ബ്ലോക്കിലാണ്. അവിടെ ആടിനെ ബലിയർപ്പിക്കുന്ന ക്ഷേത്രത്തിൽ പോയി. സന്താൾ ഗോത്രക്കാരുടെ കൃഷിയിടങ്ങളിൽ പോയി. കൽക്കരി കുഴിച്ചെടുക്കുന്ന ആളുകളുടെ വീടുകൾ സന്ദർശിച്ചു. അവിടെ നിന്നെല്ലാം അനേകം കാഴ്ചകൾ പകർത്തിക്കഴിഞ്ഞു. അടുത്തതായി പോകുന്നത് ജാർഖണ്ഡിന്റെ എക്കാലത്തെയും ഏറ്റവും പ്രമുഖ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഷിബു സോറന്റെ വീട് കാണാനാണ്. 2025 ഓഗസ്റ്റിലാണ് ഷിബു സോറൻ മരിച്ചത്. അദ്ദേഹത്തിന്റെ മകൻ ഹേമന്ത് സോറനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി. ഇവിടുത്തെ പ്രമുഖമായ ഒരു പട്ടണമാണ് ചിത്താർപൂർ. ഖനികളുടെ നടുവിലെ പട്ടണമെന്ന് പറയാം. ഈ പട്ടണത്തിന്റെ പരിസരങ്ങളിൽ ചെറുതും വലുതുമായ നിരവധി കൽക്കരി ഖനികളുണ്ട്. അതുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർ വസിക്കുന്ന ഒരു പ്രദേശമാണിത്. ചിത്താർപൂർ പട്ടണം കഴിഞ്ഞ് കുറച്ചുകൂടി ചെല്ലുമ്പോൾ ഗോള എന്നൊരു ടൗണിലേക്ക് എത്തുന്നു. ഗോള ഒരു ഇടത്തരം പട്ടണമാണ്. ആദിവാസി ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനും നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാനും എത്തുന്ന ഒരു അങ്ങാടി. 8,000-ഓളം ആളുകൾ വസിക്കുന്ന ഒരു പ്രദേശമാണ് ഗോള. പട്ടണത്തിൽ നല്ല തിരക്കുണ്ട്. നേരം ഉച്ചയായിരിക്കുന്നു. ഭക്ഷണം കഴിച്ച ശേഷം യാത്ര തുടർന്നാൽ മതിയോ എന്ന് സംശയമായി ഞങ്ങൾക്ക്. ഒടുവിൽ ഭക്ഷണം പിന്നീടാകാമെന്ന് വെച്ചു. ചിത്താർപൂരിൽ നിന്ന് ഷിബു സോറിന്റെ വീടുള്ള നെമ്ര എന്ന പ്രദേശത്തേക്ക് 35 കിലോമീറ്ററാണ് ദൂരം. ഏതാണ്ട് 1 മണിക്കൂറിന്റെ യാത്ര. ഈ റൂട്ടിൽ കുറേ ഭാഗം വനപ്രദേശമാണ്. ഹാറുബേഡ ഫോറസ്റ്റാണ് ഇത്. ജാർഖണ്ഡിലെ ഭൂപ്രകൃതിയുടെ ഒരു പൊതു സ്വഭാവം ഇതാണ്. ഒരു പട്ടണമോ ജനവാസ ഇടമോ കഴിഞ്ഞാൽ പിന്നെ കുറേ ഭാഗം വനമായിരിക്കും. ഈ വനത്തിൽ ആനയുണ്ട്, ധാരാളം ആനകൾ. ജാർഖണ്ഡിൽ കാട്ടാന ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ആളുകളെ കൊന്ന വാർത്ത ഇവിടേക്ക് വരുന്നതിന്റെ ഏതാനും ദിവസം മുൻപ് ഞാൻ വായിച്ചിരുന്നു. പോകുന്ന വഴി പലയിടത്തും റെയിൽവേ ഗേറ്റുകൾ കാണാം. പല വഴിക്ക് പാളങ്ങൾ തിരിഞ്ഞു പോകുന്നുണ്ട്. ധാരാളം കൽക്കരി, ബോക്സൈറ്റ് ഖനികളുള്ള പ്രദേശമാണല്ലോ. ഇവിടങ്ങളിൽ നിന്നും ഖനിജങ്ങൾ കൊണ്ടുപോകുന്ന റെയിൽവേ ട്രാക്കുകൾ പണ്ട് മുതലേ ഇവിടെയുണ്ട്. ഒരു റോഡിലൂടെ പോകുമ്പോൾ പലയിടത്തു വെച്ചും പല റെയിൽവേ ക്രോസുകൾ കടക്കേണ്ടി വരും. ഇത് ഹാറുബേഡ പ്രദേശമാണ്. ഇവിടെയുമുണ്ട് ഒരു റെയിൽവേ ഗേറ്റ്. ഭാഗ്യവശാൽ റെയിൽവേ ഗേറ്റുകളെല്ലാം തുറന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അധികം കാത്തുകിടക്കേണ്ടി വരുന്നില്ല. പാതയിലാകട്ടെ വലിയ തിരക്കുമില്ല. കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെ ഏതാനും കൽക്കരി ഖനികൾ ഈ ഭാഗത്തുണ്ട്. 1927 ബ്രിട്ടീഷുകാർ ഹാറുബേഡയിലേക്ക് ഒരു റെയിൽവേ ലൈൻ പണിതിരുന്നു. കൽക്കരി കൊണ്ടുപോകുന്നതിനായിരുന്നു അത്. ഹാറുബേഡ ഫോറസ്റ്റും ചുറ്റുമുള്ള ഗ്രാമങ്ങളുമെല്ലാം ഒരു കാലത്ത് മാവോയിസ്റ്റ് മേഖലയായിരുന്നു. ഇത്തരം ഗ്രാമങ്ങളിലാണ് അവർ തങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിരുന്നതും. വീണ്ടും മറ്റൊരു റെയിൽവേ ഗേറ്റിലേക്കെത്തുന്നു. ഇവിടെ പക്ഷേ ഗേറ്റ് അടഞ്ഞാണ് കിടക്കുന്നത്. താമസിയാതെ ട്രെയിനെത്തി. ചരക്കുവണ്ടിയാണ്. ബോക്സൈറ്റ് കൊണ്ടുപോകുന്ന ട്രെയിനാണെന്ന് ഡോക്ടർ അജിത്ത് പുറകിലിരുന്ന് പറയുന്നുണ്ട്. അലുമിനിയത്തിന്റെ പ്രധാന അയിരുകളിലൊന്നാണ് ബോക്സൈറ്റ്. പെയിന്റ് വ്യവസായത്തിലും മറ്റും അത് വലിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട്. ലോകത്ത് ബോക്സൈറ്റ് ഖനനത്തിൽ 7ാം സ്ഥാനമുണ്ട് ഇന്ത്യക്ക്. ജാർഖണ്ഡാണ് ഇന്ത്യയിലെ ബോക്സൈറ്റ് ഖനനത്തിലെ ഒരു പ്രധാന പ്രദേശം. കൽക്കരിയും ബോക്സൈറ്റും മാത്രമല്ല ഇവിടെ ഖനനം ചെയ്തെടുക്കുന്നത്. ഇരുമ്പയിര്, ചെമ്പ്, മൈക്ക, യുറേനിയം എന്നിവയുടെയും ഖനികൾ ഈ സംസ്ഥാനത്തുണ്ട്. ഒരു സൈറൺ അടിച്ചു. ഗേറ്റ് സാവധാനം തുറന്നു. ഞങ്ങൾ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്തു. യാത്ര തുടരുകയാണ്. ഇതെല്ലാം വനപ്രദേശങ്ങളാണ്. പലവിധ ഖനിജങ്ങളെ ഉള്ളിലൊതുക്കി നിൽക്കുന്ന മലകൾ. ഇവിടുത്തെ ആദിവാസികൾ ഇങ്ങനെയുള്ള വനങ്ങളിലൊന്നുമല്ല വസിക്കുന്നത്.
പരമ്പരാഗതമായി വിശാലമായ കൃഷിയിടങ്ങൾ ഉണ്ടായിരുന്നവരാണ് അവർ. കൃഷിയിടങ്ങൾക്കരികിൽ രൂപപ്പെട്ട ചെറുഗ്രാമങ്ങളിലാണ് അവരുടെ താമസം. ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഇവിടുത്തെ ആദിവാസി ഭൂമി മറ്റു നാടുകളിൽ നിന്നും വരുന്നവർ കൈക്കലാക്കുന്നത് പതിവായിരുന്നു. അവർ ആദിവാസികളെ സ്വന്തം ഭൂമിയിൽ നിന്ന് പുറംതള്ളുന്ന ഒരു അവസ്ഥ വന്നു. ബ്രിട്ടീഷുകാരും പിന്നാലെ സ്വതന്ത്ര ഇന്ത്യയുടെ സർക്കാരുകളും ഖനിജങ്ങൾക്ക് വേണ്ടി ആദിവാസികളുടെ ഭൂമി ഏറ്റെടുത്തു. അങ്ങനെ വലിയ ചൂഷണങ്ങൾക്കാണ് ജാർഖണ്ഡിലെ ആദിവാസികൾ വിധേയരായത്. ആ ചൂഷണങ്ങളാണ് ആദിവാസികളിൽ നിന്ന് വലിയ നേതാക്കൾ വളർന്നുവരാൻ കാരണം. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടി ഒടുവിൽ ജയിലിൽ കിടന്ന് മരിച്ച ബിർസ മുണ്ടയാണ് ജാർഖണ്ഡിൽ വലിയ പ്രതിഷേധം തീർത്ത ആദ്യ ആദിവാസി നേതാവ്. അത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്തായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷവും അത്തരത്തിലുള്ള ചെറുത്തുനിൽപ്പുകളുണ്ടായി. അത് നയിച്ചവരിൽ പ്രധാനിയായിരുന്നു ശോഭാറാൻ സോറൻ. സന്താൾ ഗോത്രത്തിലെ പ്രബല വിഭാഗമാണ് സോറൻ സമുദായം. അതിൽ നിന്നുള്ള ഒരു നേതാവും അധ്യാപകനുമായിരുന്നു ശോഭാറാൻ സോറൻ. കൊള്ളപ്പലിശക്കാർ നിസാര തുകയുടെ പേരിൽ ആദിവാസി ഭൂമി തട്ടിയെടുക്കുന്നതിനെതിരെ അദ്ദേഹം ആളുകളെ സംഘടിപ്പിച്ചു. കൊള്ളപ്പലിശക്കാരും ഭൂമാഫിയയും അടങ്ങിയിരുന്നില്ല. 1957 നവംബർ 27-ന് ഗോളയിലെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന തന്റെ മകൻ ഷിബുവിനെ കാണാനായി കാൽനടയായി പോവുകയായിരുന്നു ശോഭാറാൻ സോറൻ. ലുക്കിയാത്തന്തു വനത്തിലൂടെ ഏകനായി പോവുകയായിരുന്ന അദ്ദേഹത്തെ കൊള്ളപ്പലിശക്കാരുടെയും ഭൂമാഫിയയുടെയും ഗുണ്ടകൾ ആക്രമിച്ച് കൊലപ്പെടുത്തി. അന്ന് ശോഭാറാൻ സോറന്റെ മകൻ ഷിബുവിന് 14 വയസ്സാണ്. അച്ഛന്റെ മരണം അവനിൽ ഭൂമാഫിയയോടുള്ള കടുത്ത പകയ്ക്ക് കാരണമായി. അവരെ ആദിവാസി ഭൂമിയിൽ നിന്ന് തുരത്തണമെന്ന ചിന്ത ഉള്ളിലുദിച്ചു. ആ ബാലനാണ് പിന്നീട് ജാർഖണ്ഡ് എന്ന സംസ്ഥാനം രൂപപ്പെടുന്നതിന് തന്നെ കാരണക്കാരനായ ഷിബു സോറൻ. ജാർഖണ്ഡ് മേഖലയിലെ ആദിവാസി ഭൂമി കൈമാറ്റം ചെയ്യാൻ പാടില്ലെന്ന നിയമം ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ നിലവിൽ വന്നിരുന്നതാണ്. എന്നാൽ മാഫിയകൾ അതിനെയെല്ലാം തകിടം മറിച്ചു. വലിയൊരു ശതമാനം ആദിവാസി ഭൂമിയും അവരുടെ കൈകളിലായി. അച്ഛന്റെ മരണത്തിൽ അതീവ ദുഃഖിതനായ ഷിബു സോറൻ ആദിവാസികളെ ചൂഷണത്തിൽ നിന്നും സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. 18 വയസ്സായപ്പോൾ അദ്ദേഹം ആ പ്രതിജ്ഞ പാലിച്ചു തുടങ്ങി. ആദിവാസികളെ സംഘടിപ്പിച്ചു. മാഫിയകളെ ആദിവാസി ഭൂമിയിൽ നിന്ന് തുരത്തണമെന്ന് അവരെ ഉദ്ബോധിപ്പിച്ചു. സമാന ചിന്താഗതിയുള്ള ആദിവാസി യുവാക്കളുടെ സേനയുണ്ടാക്കി. അങ്ങനെയാണ് ദാൻ കോട്ടോ എന്ന മുന്നേറ്റമുണ്ടാകുന്നത്. മാഫിയകൾ കൈവശപ്പെടുത്തി നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്ന വയലിലേക്ക് ഷിബു സോറന്റെ നേതൃത്വത്തിൽ ആദിവാസികൾ കൂട്ടത്തോടെ അരിവാളുമായി എത്തി. അവർ വയലുകളിലെ നെല്ല് കൊയ്തെടുത്തു. അതായിരുന്നു ദാൻ കോട്ടോ മുന്നേറ്റം. അടുത്തതായി മാഫിയകൾ കൈവശപ്പെടുത്തിയ ആദിവാസി ഭൂമി അവർ പിടിച്ചെടുത്തു തുടങ്ങി. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്നും കയ്യേറ്റക്കാരും കൊള്ളപ്പലിശക്കാരും ഭൂമാഫിയയും പുറത്തായി. അപ്പോഴേക്കും ഷിബു സോറൻ എന്ന യുവാവ് ആദിവാസികളുടെ വലിയൊരു നേതാവായി വളർന്നു കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ സംഘടന സന്താൾ നവയുക്ത് സംഘ് എന്ന പേരിൽ പ്രശസ്തമായി. തീവ്ര ഇടതുപക്ഷ നിലപാടുകളുള്ള സംഘടനയായിരുന്നു അത്. ഭൂമി പിടിച്ചെടുക്കൽ വ്യാപകമായി. ആദിവാസികളല്ലാത്തവരെ നാട്ടിൽ നിന്നും തുരത്തുക എന്നതായി സംഘടനയുടെ അടുത്ത ലക്ഷ്യം. അതിനായി നടന്ന കലാപത്തിൽ 10ഓളം പേർ കൊല്ലപ്പെട്ടു. കേസുകളുണ്ടായി. പക്ഷേ ഷിബു സോറൻ അടങ്ങിയിരുന്നില്ല. ആദിവാസികൾക്ക് മാത്രമായി ഒരു സംസ്ഥാനം എന്ന ആവശ്യമുയർത്തി അദ്ദേഹം ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന പേരിൽ പുതിയൊരു പാർട്ടിയുണ്ടാക്കി. ജാർഖണ്ഡ് മേഖലയെ ബീഹാറിൽ നിന്നും വിഭജിക്കാനായി അവർ പ്രക്ഷോഭം തുടങ്ങി. 1970കളിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തുടങ്ങിയ ഷിബു സോറൻ പിന്നീട് 8 തവണ ലോക്സഭാംഗമായി, 3 തവണ കേന്ദ്രമന്ത്രിയുമായി. ഷിബു സോറൻ നേതൃത്വം നൽകിയ ദീർഘമായ പോരാട്ടത്തിന്റെ ഫലമായി 2000 ആണ്ടിൽ ജാർഖണ്ഡ് എന്ന സംസ്ഥാനം നിലവിൽ വന്നു. ഇതിനിടെ രാഷ്ട്രീയ കൊലപാതക കേസുകൾ ഉൾപ്പെടെ പല നിയമ നടപടികളും നേരിട്ടു. 1 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞു. അപ്പോഴും ജാർഖണ്ഡിലെ ആദിവാസികളുടെ ഗുരുജിയായിരുന്നു അദ്ദേഹം. തന്റെ സംസ്ഥാനത്ത് അദ്ദേഹം 3 തവണ മുഖ്യമന്ത്രിയായി. വാർദ്ധക്യസഹജമായ അസുഖങ്ങൾ മൂലം ആശുപത്രിയിൽ തുടരവേ
2025 ഓഗസ്റ്റ് 4-നാണ് ദശകങ്ങൾ നീണ്ട സമരജീവിതത്തിന് വിരാമമിട്ട് ഷിബു സോറൻ വിടവാങ്ങിയത്. കാർ നെമ്ര ഗ്രാമത്തിലേക്കെത്തി. ഇതാണ് ഷിബു സോറൻ ജനിച്ച ഗ്രാമം. വലിയൊരു ഗ്രാമമാണ് നെമ്ര. പരമ്പരാഗതമായി അദ്ദേഹത്തിന്റെ കുടുംബം വസിച്ചിരുന്ന ഗ്രാമവും ഇതുതന്നെ. ഇന്ത്യയിൽ ഏറ്റവും ദാരിദ്ര്യമുള്ള സംസ്ഥാനങ്ങളിൽ 2-ാം സ്ഥാനത്താണ് ജാർഖണ്ഡ്. ബീഹാറാണ് 1-ാം സ്ഥാനത്ത്. ആദിവാസി വീടുകളാണ് ഇതെല്ലാം. വലിയ തറവാട് വീടുകളാണ് ഓരോന്നും. ഇവിടെ ഒരു ഹെലിപാഡുണ്ട്. ഷിബു സോറൻ മരിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പല ദേശീയ നേതാക്കളും ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയത് അവിടെയാണ്. ഗ്രാമത്തിൽ വലിയൊരു കുളം കാണാം. ആ കുളത്തിനു ചുറ്റും കുറേ വീടുകൾ. ഇതാണ് ഷിബു സോറന്റെ സ്ഥലം. നെമ്ര ഗ്രാമത്തിൽ ഈ ഭാഗത്തൊക്കെയാണ് അദ്ദേഹം തന്റെ ചെറുപ്പകാലം ചെലവഴിച്ചത്. ഒരു പുതുക്കുളമാണിത്. ഷിബു സോറന്റെ കാലത്ത് നവീകരിച്ചതായിരിക്കണം. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. കാറിൽ നിന്നിറങ്ങി. ഇതാണ് ഷിബു സോറൻ ജനിച്ച വീട്. അവിടെ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ശുനകനും. അവൻ വലിയ കോലാഹലമുണ്ടാക്കുന്നുണ്ട്. ഞങ്ങളെ അവിടേക്ക് കയറാൻ അനുവദിക്കുന്നില്ല. ആ സ്ത്രീയാകട്ടെ ഒന്നും സംസാരിക്കാൻ തയ്യാറുമല്ല. പഴയ വീടിന് പിന്നിൽ ഒരു കോൺക്രീറ്റ് വീടുണ്ട്. അതാണ് ഷിബു സോറന്റെ വീട്. 2 നിലകളുള്ള ഒരു വലിയ വീട്. ഈ പഴയ വീട്ടിലായിരുന്നു ഷിബു സോറന്റെ കുട്ടിക്കാലം. കേരളത്തിൽ 70കളിലും 80കളിലുമൊക്കെ പണക്കാർ നിർമ്മിച്ചിരുന്ന വീടുകളുടെ ഒരു രൂപമാണ് പുതിയ വീടിന്. കുടുംബ വീടിനോട് ചേർന്ന് 1992-ലാണ് അദ്ദേഹം ആ വീട് പണിയിച്ചത്. പുതിയ വീട്ടിലേക്ക് ഇതുവഴിയാണ് പോകേണ്ടത്. ഇവിടെ ചില ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമുണ്ട്. പാർട്ടി ഓഫീസോ ഗ്രാമസഭ കൂടുന്ന ഹാളോ ഒക്കെ ആകാം. ഏതാനും കെട്ടിടങ്ങളുടെ ഒരു കോംപ്ലക്സിനകത്തുകൂടി വേണം ഷിബു സോറന്റെ വീട്ടിലേക്ക് പോകാൻ. JMM അഥവാ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ ചിഹ്നവും ചുവരെഴുത്തുമെല്ലാമുണ്ട് മതിലുകളിൽ. ദിഷോം ഗുരു എന്നാണ് ഷിബു സോറനെ ആദിവാസികൾ വിളിച്ചിരുന്നത്. ദിഷോം ഗുരു ഷിബു സോറൻ സിന്ദാബാദ് എന്നാണ് ഒരു ചുവരെഴുത്ത്. വീടിന്റെ ഗേറ്റിൽ JMMന്റെ ചിഹ്നമായ അമ്പും വില്ലും. ഗേറ്റ് കടക്കുമ്പോൾ ഇവിടെ ആരുമില്ല. ഇതാണ് ഷിബു സോറന്റെ വീട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വസിച്ചിരുന്ന വീടും ഇതുതന്നെ. ആരുടെയും അനുവാദമില്ലാതെ വീടിനകത്തേക്ക് കയറാനാവില്ലല്ലോ. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ വീട് കൂടിയാണിത്. ചോദിക്കാൻ ആരെയും കാണുന്നുമില്ല. ഇനി അവിടേക്ക് കയറി അതിക്രമിച്ചു കയറിയതിന് കേസിൽ പെടേണ്ട എന്ന ചിന്തയിൽ ഞാൻ തിരികെ നടന്നു. ഗേറ്റ് കടന്ന് പുറത്തിറങ്ങി. വഴിയോരത്ത് ഒരു ട്രാക്ടർ കിടപ്പുണ്ട്. കാർഷിക പശ്ചാത്തലം തന്നെയാണ്. എന്തൊക്കെയോ പൊതുസ്ഥാപനങ്ങളൊക്കെ ഇവിടെയുണ്ട്. പക്ഷേ ആളുകളെ ഒന്നും കാണുന്നില്ല. ആരോടും ചോദിക്കാനും പറ്റുന്നില്ല. ഏതായാലും നടക്കാൻ തന്നെ തീരുമാനിച്ചു. കുളക്കരയിലൂടെ ഞാൻ മുന്നോട്ട് നടന്നു. കെട്ടിയൊരുക്കി വെച്ചിട്ടുണ്ട്. പഴയ വീടിന്റെ ചുവരിൽ ശോഭാറാൻ സോറൻ അമർ രഹേ എന്നൊക്കെ എഴുതി വച്ചിരിക്കുന്നു. ഷിബു സോറന്റെ പിതാവിനുള്ള ആദരവാക്യം. ജാർഖണ്ഡിലെ മറ്റേതൊരു ഗ്രാമത്തിലുമെന്ന പോലെ ആടുകൾ ഇവിടെയും സ്വതന്ത്രരായി നടപ്പുണ്ട്. പിന്നെ വൈക്കോൽ തുറുവും പശുക്കിടാവും. ഗ്രാമത്തിൽ ആരെങ്കിലും ഒരാളെ അന്വേഷിച്ചാണ് എന്റെ നടത്തം. വൈക്കോൽ തുറു ഇങ്ങനെ കാണുമ്പോൾ ഒരു കുടിലാണെന്ന് തോന്നും. അതിനു ചുവട്ടിലാണ് പശുവിനെയും ആടുകളെയും കെട്ടിയിടുന്നത്. ചിലപ്പോൾ ആളുകളും ഇതിനു ചുവട്ടിൽ വിശ്രമിക്കാനിരിക്കും. വെയിലുള്ളപ്പോൾ നല്ല തണുപ്പായിരിക്കുമല്ലോ ഇതിന്റെ ചുവട്ടിൽ. ആടിനുള്ള തീറ്റയും അവിടെ വെച്ചിട്ടുണ്ട്. മുന്നോട്ട് നടക്കവേ ഒരു വീട് കണ്ടു. വലിയൊരു ഗേറ്റൊക്കെയുണ്ട്. ഞാൻ അതിന്റെ അകത്തേക്ക് കയറാൻ തീരുമാനിച്ചു. കുറെ കോഴികളും ആട്ടിൻ കുഞ്ഞുങ്ങളുമെല്ലാമുണ്ട്. ഏതാനും പട്ടികളും. മുകളിൽ പ്രാവുകൾക്കായി കുറെ കുടങ്ങൾ. ഒരു പ്രമാണി വീട് പോലെയുണ്ട്. വലിയ വീടാണ്. വീടിനുള്ളിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു. ഒരു പറ്റം പട്ടിക്കുഞ്ഞുങ്ങളുണ്ടിവിടെ. ഇയാൾ ഡോഗ് ഫാം നടത്തുകയാണോ എന്ന് സംശയം തോന്നും. ഒന്നിനെയും ഇവൻ ആർക്കും കൊടുത്തിട്ടില്ല. ഇയാളുടെ വിനോദം ഇതാണ്. ഒരു പണിയുമില്ലത്രേ. ഈ പട്ടികളുമായി ഇവിടെ ഇങ്ങനെ ഇരിക്കും.
ഇവർക്കെല്ലാം അയാളോട് വലിയ സ്നേഹമാണ്. പർവീൻ എന്നാണ് ഇയാളുടെ പേര്. ഇത്രയും എണ്ണത്തിന് ദിവസവും തീറ്റ കൊടുക്കാൻ എത്ര തുക വേണ്ടിവരുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പർവീണിന്റെ വീടാണിത്. അവൻ എന്നോട് സംസാരിക്കാൻ വലിയ താല്പര്യം കാണിച്ചില്ല. എങ്കിലും കുറച്ചുനേരം കുശലം പറഞ്ഞു നിന്നു. ഷിബു സോറിന്റെ ബന്ധുവാണ് പർവീൻ. 6 പട്ടികളുണ്ടെന്നും 2 കൂടി ഉണ്ടായിരുന്നെന്നും അവ ചത്തുപോയെന്നും ഇവയെ ആർക്കും കൊടുക്കില്ലെന്നുമൊക്കെ അയാൾ പറഞ്ഞു. ഞാൻ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അജിത് ഒരാളെ സംഘടിപ്പിച്ചിരിക്കുന്നു. ഷിബു സോറിന്റെ ഒരു അടുത്ത ബന്ധുവാണ്. ഇദ്ദേഹത്തിന്റെ പേര് സൊക്കേസർ സോറൻ എന്നാണ്. ഷിബു സോറിനെ സംസ്കരിച്ച സ്ഥലം കാണണം. അതാണ് എന്റെ പ്രധാന ആവശ്യം. അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയാണ് സൊക്കേസർ സോറൻ. 2 വീടുകൾക്കിടയിലുള്ള മൺവഴി. ഇവിടെയും കുറെ ആടുകൾ വിശ്രമിക്കുന്നുണ്ട്. കുറെ നടക്കാനുണ്ടെന്ന് പറഞ്ഞു സൊക്കേസർ. ഞാൻ നടക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു. അജിത്തും നന്ദകിഷോറും പ്രമോദുമൊന്നും കൂടെ വന്നിട്ടില്ല. സൊക്കേസർ ദൂരേക്ക് കൈ ചൂണ്ടിക്കാണിച്ചു. ഈ കൃഷിയിടത്തിലൂടെ കുറെ നടന്ന് ആറ്റുതീരത്തെത്തണം. അവിടെയാണ് ശ്മശാനം. ഇവിടം വരെ വന്നിട്ട് ഷിബു സോറിനെ സംസ്കരിച്ച സ്ഥലം കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങകലെ കൃഷിയിടത്തിനപ്പുറമാണ് സംസ്കാര സ്ഥലം. കുറെ നടന്ന ശേഷമുള്ള ഭാഗമാണ് ഈ കാണിക്കുന്നത്. കൊയ്ത്തു കഴിഞ്ഞ പാടമാണ്. അതിൽ ട്രാക്ടർ ഓടിയ ഒരു ചാലുണ്ട്. വെയിലുണ്ട്, എങ്കിലും അന്തരീക്ഷത്തിൽ തണുപ്പുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ഡൽഹിയിലെ ഡർ ഗംഗാറാം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഷിബു സോറൻ 2025 ഓഗസ്റ്റ് 4 മരിച്ചത്. ഒരു ചെറിയ അരുവിയാണ് ഇവിടെയുള്ളത്. മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന അരുവിയായിരിക്കാം. അതിന്റെ തീരത്ത് ഉയർത്തി നിർമ്മിച്ച ഒരു ഷെഡ്. ഇവിടെയാണ് ഷിബു സോറന്റെ മൃതദേഹം ദഹിപ്പിച്ചത്. ഗ്രാമത്തിൽ സന്താൾ ഗോത്രക്കാർ മരിച്ചാൽ ദഹിപ്പിക്കുന്ന സ്ഥലമാണിത്. അവസാനകാലത്ത് ഒരു സന്യാസിയുടേതിന് തുല്യമായ ജീവിതം നയിച്ച ഷിബു സോറൻ എരിഞ്ഞടങ്ങിയതും ഇവിടെ തന്നെ. 3 തവണ ഇന്ത്യയുടെ കൽക്കരി വകുപ്പ് മന്ത്രിയായി. 3 തവണ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയുമായി. ഞാൻ അതെല്ലാം ആലോചിച്ചു നിൽക്കെ ഒരു വൃദ്ധൻ അരുവിയിൽ നിന്ന് കയറി വന്നു. അദ്ദേഹത്തെ പരിചയപ്പെട്ടു. ആൾ പശുവിനെ മേയ്ക്കാൻ ഇറങ്ങിയതാണ്. സന്താൾ ഗോത്രക്കാരൻ തന്നെ. ഇന്നാട്ടിലെ ഒരു പൊതുരീതി ഇതാണ്. പശുവിനെ മേയിച്ച് വനത്തിലൂടെ അങ്ങനെ നടക്കും. അരുവിയുടെ അപ്പുറത്ത് ഇനി അങ്ങോട്ട് വനമാണ്. ആദിവാസികളെല്ലാം ഷിബു സോറനെ ഗുരുജി എന്നാണ് വിളിച്ചിരുന്നത്. ഇദ്ദേഹം വിശേഷിപ്പിക്കുന്നതും ഗുരുജി എന്ന് തന്നെ. അമർ സിംഗ് മുണ്ട എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. സന്താൾ ഗോത്രത്തിലെ ഒരു വിഭാഗമാണ് മുണ്ടകൾ. തന്റെ അച്ഛനും ഷിബു സോറിന്റെ അച്ഛനും വലിയ സുഹൃത്തുക്കളായിരുന്നെന്ന് അമർ സിംഗ് മുണ്ട പറഞ്ഞു. ഷിബു സോറിനെ പറ്റി പറയുമ്പോൾ ഇവർക്കെല്ലാം 100 നാവാണ്. ഇദ്ദേഹത്തിന് കുറെ പശുക്കളുണ്ട്. അതിനെ മേയ്ക്കാൻ രാവിലെ ഇറങ്ങും. ആ വനത്തിൽ പശുക്കളെ മേയിച്ചു നടക്കലാണ് ഇവിടുത്തെ ആദിവാസികളിൽ ചില വിഭാഗങ്ങളുടെ തൊഴിൽ. ജാർഖണ്ഡിലെ ഉൾനാട്ടിലെ സന്താൾ ഗോത്രത്തിലെ ഒരാളുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. കൃഷിയിടം കഴിഞ്ഞാൽ അരുവി, അതിനപ്പുറം വനം തുടങ്ങുന്നു. ദിഷോം ഗുരു എന്ന ഷിബു സോറിനെ കുറിച്ചും അദ്ദേഹം ഇവിടെയുണ്ടായിരുന്ന നാളുകളെ പറ്റിയുമെല്ലാം അമർ സിംഗ് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇദ്ദേഹത്തിന്റെ പിതാവിന് ഏറെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടത്രേ. പശുക്കളും ആടുകളുമുണ്ട്. വടിയും തോളിൽ വെച്ച് ഒരു സ്ത്രീ. മറ്റൊരു സ്ത്രീ കാട്ടിലെ വഴിയിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട്. പശുക്കളുടെയും ആടുകളുടെയും പിറകെ കുറ്റിക്കാടുകളിലൂടെയൊക്കെ അവരങ്ങനെ നടക്കും. സന്താൾ ഗോത്രത്തിലെ ചില വിഭാഗങ്ങൾക്ക് സാമാന്യം വിസ്തൃതമായ കൃഷിഭൂമിയുണ്ടാകും. അവിടുത്തെ കൃഷി കൂടാതെ അവർ കന്നുകാലികളെയും വളർത്തുന്നു. ആടോ പശുവോ ഇല്ലാത്ത ഒരു വീട് പോലും ഇവിടെ കണ്ടെത്തുക പ്രയാസമായിരിക്കും. പശുക്കളെ ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. അരുവിയുടെ കരയിൽ ഇവിടെ ഒരു സ്മാരകത്തിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ഷിബു സോറന്റെ സ്മാരകമാണ്. 2025 ഓഗസ്റ്റിലാണ് അദ്ദേഹം മരിച്ചത്.
ഞാൻ ഈ എത്തിയിരിക്കുന്നതാകട്ടെ 2026 ഫെബ്രുവരിയിലും. ഈ സമയം കൊണ്ട് ഒരു സ്മാരകത്തിന്റെ സ്ട്രക്ചർ ആയിക്കഴിഞ്ഞു. ഇനി എനിക്ക് ഇവിടെ നിന്നും തിരികെ നടക്കണം. കൊയ്ത്ത് കഴിഞ്ഞ് കുറ്റികൾ ഉയർന്നു നിൽക്കുന്ന നെൽവയൽ. അങ്ങകലെ മരങ്ങൾക്കിടയിൽ ഷിബു സോറിന്റെ വീട് കാണാം. വീടിനടുത്തു നിന്നും ഷിബു സോറിനെ സംസ്കരിച്ചിരിക്കുന്നിടത്ത് പോയി മടങ്ങാൻ ഏതാണ്ട് 3/4 മണിക്കൂർ എടുത്തു. ഇവിടെ നിന്നും ആ വീട് കാണുമ്പോൾ 80കളിൽ കേരളത്തിൽ പണിതിരുന്ന വീട് പോലെ തന്നെയുണ്ട്. ഗോത്രഗ്രാമത്തിന്റെ പ്രകൃതത്തിന് ഒട്ടും യോജിക്കാത്ത വീടാണതെന്ന് തോന്നി. കുറെ സമയമായിട്ടും എന്നെ കാണാത്തതിനാൽ അജിത്തും നന്ദകിഷോറും അന്വേഷിച്ചു വന്നു. ഞങ്ങൾ തിരികെ കാറിലേക്ക് നടന്നു. ഷിബു സോറിന്റെ വീടിനടുത്തു നിന്നും മടങ്ങുകയാണ്. നേരം 3 മണി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. ഗ്രാമവഴിയിലൂടെ ഞങ്ങൾ സഞ്ചാരം തുടർന്നു.